അങ്ങനെയാണ് സംഭവം. പൊറാട്ട ചുരുട്ടും ഈ തന്നെ മോനെ നെയ്യിൽ കുളിപ്പിച്ച പൊറാട്ടയാണ്. അങ്ങനെ ഞങ്ങൾ വാഗാ ബോർഡർ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കാണാൻ വന്ന കേട്ടോ. കുറച്ച് പഞ്ചാബികളെ കിട്ടിയിരിക്കുന്നത്. പഞ്ചി സിംഗ് ഡാൻസ് കളിക്കോ? പഞ്ചാബി പാട്ടാണ്. ലഡോസറായി ഡൽഹിയിലെത്തി. 1,19,343. ആ ചണ്ഡീഗറിന് തുടങ്ങിയതാണ് ഡിക്കാത്തലോൺ. എവിടെ ഡിക്കാത്തലോൺ കണ്ടാലും കയറും. എന്തെങ്കിലും വാങ്ങും. അതും ഈ സാധനം ആരെയും കഴിച്ചിരിക്കണ കട്ടാ മീട്ട നല്ല രസമാണ്. വിജനമായ ഭൂമിയാണ്. രണ്ട് സൈഡിലും കുറെ നെൽപ്പാടം വയലും ഇല്ലാതെ ഒരു തേങ്ങയില്ല. ഓംലേറ്റ് ഓർഡർ ചെയ്തു. അപ്പൊ അയാളിങ്ങനെ കുണുങ്ങി വന്നിട്ട് പറഞ്ഞു സോറി സാർ മുട്ടയില്ല. സാൻഡ്വിച്ച് പറഞ്ഞു. പിന്നെയും കുണുങ്ങി വന്നു സാർ ബ്രെഡ് ഇല്ല. നമ്മളെവിടെ എത്തി? നമ്മളിവിടെ ബാംഗ്ലൂർ ബോർഡർ അല്ലേ? ഫാക്ടറിനോടൊപ്പം നമ്മ ഊര് ബംഗളൂരു. അപ്പോൾ ഇന്ന് 12ാം സുദിനം. സമയം ഉച്ചയ്ക്കാണ്. ഞങ്ങൾ നല്ല ഉറക്കുകയെന്ന്. അമൃത്സർ റൂം എടുത്ത് ഇത് കണ്ട ഒരു പെട്ടി മൂൺലൈറ്റ് ഫഡ്ജ് അല്ല, മൂൺലൈറ്റ് കടൻ്റെ പേരാണ്. വാൾനട്ട് ഫഡ്ജ് ഒരു നമുക്ക് തന്നാണ്. പൈസ എത്ര കൊടുത്തിട്ടും വാങ്ങില്ല. ഏതാ പാക്കിംഗ് ഒക്കെ അല്ല നോക്കി. ബ്യൂട്ടിഫുൾ. അമൃത്സർ പഞ്ചാബ് ഇതോ മോനെ ആ രസമല്ല. ഒരു കിലോന് 1200. ഇതാണ് നമ്മൾ ലഞ്ചിന് വന്ന സ്പോട്ട് ഇട്ടാ. കേസർദ ധാബ 100 years ഓഫ് ഗ്രേറ്റ് ടേസ്റ്റ്. 100 കൊല്ലം പഴക്കുണ്ട്. ശരിയൊക്കെയില്ല. കേസർദ ധാബ വെജിറ്റേറിയൻ ആണ്. ഒടുക്കത്തെ തിരക്കാട്ടാ. ഇവിടെ ലൂടെ തുടങ്ങിയിരിക്കുന്നത്. മരണ തിരക്കാണ്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സാധനം. സ്പെഷ്യൽ താലി 425. ഇത്രയും സാധനം ഉണ്ടാവും. അയ്യോ അങ്ങനെയാണ് സംഭവം. പൊറാട്ട ചുരുട്ടും ഈ തന്നെ മോനെ നെയ്യിൽ കുളിപ്പിച്ച പൊറാട്ടയാണ്. വിളിച്ചില്ല എന്താ പാട്? പനീർ ദാല് ദാലാണ്. ഓവർനൈറ്റ് ദാല. ചന തൈര്. ഇത് കേടല്ലേ ദഹിയാണ്. പക്ഷെ ഇതെന്താ? ആ വെള്ളക്കടലാണ്. അല്ലല്ലോ കടലല്ലോ. കടലല്ലത്. കടലല്ല വേറെ സാധനം. കടലല്ല. കടല തന്നെ. ആക്കോയ് വിളിച്ചില്ല. നെയ്യാണ്. ഗീയാണ്. പ്യൂർ ഗീ. പനീർ 5 നിമിഷം 5 കണ്ടേ കംപ്ലീറ്റ് ഫുള്ള് ഫിനിഷ് ചെയ്ത്. ലസ്സിയും കിട്ടും ഫുൾ ഫിനിഷ്ഡ്. അങ്ങനെ ഞങ്ങൾ വാഗാ ബോർഡർ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കാണാൻ വന്ന കേട്ടോ. അതറിയില്ല ഇതിൻ്റെ പതാക ഒക്കെ വരച്ചു നിൽക്കണേ. പാർക്കിംഗ് 120 റുപ്യ. അങ്ങോട്ട് ഫ്രീ ആണ്. ആൾക്കാരൊക്കെ ഇറങ്ങാൻ നിൽക്കുകയാണ്. പതാക അവിടെ ഉണ്ടായിരുന്നു. ഒരു പതാക അതവിടെ. എൻട്രി 3 മണിക്ക് തുടങ്ങും. 5 മണിക്ക് പരിപാടി. 5:30 വരെ. അത് കഴിഞ്ഞിട്ട് വേണം ഇൻഷാ അല്ലാഹ് ഗോൾഡൻ ടെമ്പിൾ പോകാൻ. അവിടെ പാകിസ്ഥാൻ്റെ കൊടിയുണ്ട് കേട്ടോ. അവിടെ ആ ഭാഗത്ത്. ഇവിടെ ഇന്ത്യൻ്റെ കൊടി, വലിയ കൊടി. എൻട്രൻസിലേക്ക് കയറി ഭയങ്കര ചെക്കിങ് ഒക്കെ ആയിരുന്നു. ക്യാമറ ഉണ്ടോ? പ്രശ്നമൊന്നുമില്ല. അവിടെ VIP കള്
എല്ലാരും പറയും എങ്ങനെയുണ്ട് നിങ്ങളെ വാഗാ ബോർഡർ? വാഗാ ബോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ. അതെല്ലാവർക്കും അറിയാലോ. ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ അടിപൊളിയാണ്. ഇത്രേ ഉള്ളൂ. നമ്മളെ ഇന്ത്യന്റെ പിന്നൊക്കെ എന്താ പറയാ, ഒരു നാടകീയം കളിയാക്കലാണ്. എനിക്ക് വലിയ സുഖം തോന്നിയില്ല. സ്ക്രിപ്റ്റ് എന്താ അറിയില്ല, ഒരു നാക്ക് തോന്നിയില്ല. സമയം കുറെ പോയി. ഇംഗ്ലീഷുകാരൊക്കെ നേരത്തെ ഇറങ്ങി പോകണ്ടേ, അമ്മക്കാനൊക്കെ നാണക്കേട്. എന്തോ ഒരു കളിയാക്കല് മാറി. അവർക്ക് ചടച്ചിട്ട് നേരത്തെ ഇറങ്ങിപ്പോയി. എന്തായി അതിനെ കുറിച്ച് പറയണേ കുറെ പറയണം, ഉണ്ടായിരിക്കും എല്ലാവരും. അപ്പോളേ ഞങ്ങൾ പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലോട്ട് പോകാൻ നിൽക്കണ്. സമയം 7 മണി. കുറച്ച് പഞ്ചാബികളെ കിട്ടിയിരിക്കണ്. ഇന്നലെ വളരെ യാദൃശ്ചികമായി വീണ്ടും വയറുവേദന വന്നതോടുകൂടി ഗോൾഡൻ ടെമ്പിൾ എനിക്ക് പോകാൻ പറ്റിയില്ല. വയറുവേദന എപ്പോഴും ഉണ്ട് കേട്ടാ. അപ്പോൾ അവിടുന്ന് കിട്ടിയതാണിത്. ഈ 2-3 സിംഗുമാരെ. സിംഗ് ഡാൻസ് കളിക്കോ? പഞ്ചാബി പാട്ടാണ്. അപ്പോൾ നേരെ ഡൽഹി 400 കിലോമീറ്റർ ലഡോസറായി. ഡൽഹി പോണ റൂട്ടാണ്. ഖർദാബ. വിശാലമായ പാർക്കിങ്ങും സ്വന്തമായ ചിപ്സൊക്കെ ഉണ്ട്. വയറുവേദന ഒന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് നോക്കാം. പ്ലെയിൻ റൈസ്, തൈര്, ജീര റൈസ്. അവിടെ ജീര റൈസ്, ചായ്. ഞാൻ വീണ്ടും പഴയ മെനുക്കാൻ എത്തിയിട്ടാ. കഞ്ഞി, ചോറ് എന്നുള്ള വയറുവേദന ഭയങ്കര. അങ്ങനെ നമ്മൾ വീണ്ടും അമൃത് സുഖ്ദേവിൽ എത്തിയിരിക്കുകയാണ്. ഹാപ്പി ദീപാവലി ഒക്കെ അതാ. നല്ല ജനാണ്. ഇനി ഡൽഹിക്ക് കുറച്ചും കൂടി ഉള്ളൂ. ഓക്കെ, ഹൗസ്ഫുള്ളാ മലയാളി? ഹൗസ്ഫുള്ളാ? ദീപാവലിൻ്റെ തിരക്കുണ്ടാവില്ല. ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡിക്ക് വയ്യ, അതുകൊണ്ട് ഞങ്ങൾ തന്നെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ തന്നെ പറയണ്ടോ, ഞങ്ങൾ ലുഡോ കളിച്ചോണ്ടിരിക്കുകയാണ്. കടായി പനീറൊന്നും അവിടെ ആലു പറന്ത വിത്ത് ബട്ടർ. അത് ഞങ്ങൾ ഫുൾ ഇത്തവണ വെറൈറ്റിന് ഓർഡർ ആക്കിയിട്ടുണ്ട്. ജീര റൈസ്, ബിരിയാണി ഒക്കെ പറഞ്ഞത്. എല്ലാവരും വെയിറ്റിംഗ്. ഇതെന്തത്? ചില്ലി. എന്തെന്ന് എടുക്കുക? ഇത് ബായ് മാത്രം കഴിക്കണ സാധനം. പഞ്ചാബ് ബിരിയാണി. ഇത് പപ്പടാണ്. ബിരിയാണി ഒരു രസമില്ല. അമൃത് സുഖ്ദേവത്തെ ചായ സംഭവമാണ്. മാണിക്കക്കല്ല് സാധനം മസാല ചായ. ഒക്കെ കണക്ക് തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത ഒരു ഐറ്റംസ് ഒക്കെ മുഞ്ചിക്കണം. എത്തിട്ടാ ലഡോസറായി. ഡൽഹിയിലെത്തി. അജ്മലിന്റെ സ്വന്തം ലഡോസറായി. ഔ, ഇപ്പൊ രാവിലെ ഇറങ്ങിയതാ. 400 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. ഒരു സമാധാനം. നമ്മൾ ഡൽഹി റൂമിൽ വിശാലമായ കഞ്ഞി അജ്മലിന്റെ വക. വള്ളവേദന മാറാത്തോണ്ട് കഞ്ഞി മുതുക്കിട്ടാ. അജ്മലിന്റെ ചിക്കൻ കറി. ഓ, സൂപ്പർ ചിക്കൻ കറി, ചിക്കൻ പൊരി, ഹോം മെയ്ഡ്. ടേസ്റ്റ് അപ്പൊ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് ഇതോട് കഴിഞ്ഞു. ഈ സൗത്ത് ഇന്ത്യ പോകണ്ടല്ല എന്നുള്ളത് നാളെ തീരുമാനമാക്കും. അങ്ങനെ ഡൽഹിയിൽ തിരിച്ചെത്തി. എല്ലാ കണക്കുകളും ഞങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മൊത്തം ഒരു വിശാലമായ കണക്ക് തന്നെ ഉണ്ട് കേട്ടോ. 1,19,343. ഇനിയുണ്ട് കുറച്ചും കൂടി ഞങ്ങൾ ആടെയുണ്ട്. ഫ്ലൈറ്റിന്റെ കുട്ടികളെ 50 തീരുമാനം. ഇപ്പൊ തിന്നാൻ തന്നെ ഉണ്ട് 20 റുപ്യ അങ്ങോട്ട്. പിന്നെ അവിടുന്ന് കണ്ട് എണ്ണ എത്ര
20 ഉറുപ്പിന്റെ അടുത്ത് 16 രൂപ 15 രൂപ ഉണ്ടെങ്കിൽ വേണ്ടി വരും. പിന്നെ ടോള് ഒരു 4 ഉറുപ്പി 4 രൂപേന്റെ ടോള്. അപ്പം ഞങ്ങൾ ഡൽഹി ലാഡ് ഓഫ് സറായിയോട് വിട പറയാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾ മാത്രം. ലോഡിങ്ങിലാണ് സാധനങ്ങളൊക്കെ. അജ്മലിനെ അവിടെ ആക്കി. ഞങ്ങളെന്തോ ഒരു മാളുണ്ട്, എന്തോ ഒരു മാള് പറഞ്ഞു. ഇന്നലെ പോയപ്പോൾ ദീപാവലി ആയതുകൊണ്ട് അടച്ചിന്ന്. അപ്പോൾ അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് കയറിയിട്ട് സ്ട്രെയിറ്റ് ഹൈദരാബാദ് ഇൻഷാ അല്ലാഹ്. നമ്മളെവിടെയാണെന്നറിയോ? ഡൽഹി വസന്ത് കുഞ്ചിൽ ആംബിയൻസ് മാൾ. നമ്മളെ ലാഡ് ഓഫ് സറായി ഡോൺ കൊണ്ടുവന്നാട്ടാ. H&Mൽ എന്തൊക്കെ സാധനം വാങ്ങണം, ആനയാണ് തോട്ടിയാണ് പറഞ്ഞുകൊണ്ട് എന്താ അവസ്ഥ അറിയില്ല. ഇന്ന് പോവാനുള്ളതാണ് ഹൈദരാബാദിക്ക്. അതിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഈ പ്ലാൻ ആയത്. വസന്ത് കുഞ്ചിലെ ആംബിയൻസ് മാൾ. ഒരു ആംബിയൻസ് ഇല്ല കേട്ടോ അവിടെ. H&M കാക്ക വൻകിട പർച്ചേസൊക്കെ നടത്തിയിട്ടാ. പർച്ചേസ് ചെയ്യാൻ വാങ്ങുകയാണ്. ഞാൻ വാങ്ങേണ്ടി ഹൈദരാബാദ് പോയി വൻ പർച്ചേസ്. ആ ചണ്ഡീഗറിന് തുടങ്ങിയതാണ് ഡിക്കാത്തലോൺ. എവിടെ ഡിക്കാത്തലോൺ കണ്ടാലും കയറും. എന്തെങ്കിലും വാങ്ങും. അതുമില്ല ഡിക്കാത്തലോൺ ഡിക്കാത്തലോൺ എന്ന് പറഞ്ഞ സമയങ്ങൾ. ഇപ്പൊ നമ്മള് ഡൽഹി വിടേണ്ട നേരമായി. ഈ ചെങ്ങായിമാരം പോവാ. ഞങ്ങളെ തനിച്ചാക്കി പോവാട്ടോ. തനിച്ചാക്കി പോകുന്നില്ല, കള്ള സൗത്ത് ഇന്ത്യ ട്രിപ്പിലേക്കില്ല. കളി കൊടുക്കാൻ പോണേ. ബൈ ബൈ. എന്താ ബുദ്ധ സർക്യൂട്ട് റേസിംഗ് കാറിന്റെ അടച്ചിട്ടോ? അയാളെ കേസിലേക്കാറല്ലേ? ഇതാണ് യമുന എക്സ്പ്രസ് വേ. സൂപ്പർ റോഡാട്ടാ. ആഗ്രഹിക്കുള്ള നമുക്ക് ഇനി 150 കിലോമീറ്റർ സ്ട്രെയിറ്റ് ആണ്. സ്ട്രെയിറ്റ് ഒന്ന് ചവിട്ടി കൊടുത്താൽ മതി. റോഡ് ചെറിയ വളവുണ്ടല്ല, ചെറുതല്ല. നമുക്ക് നിർത്താലോ. പോണ വൈക്കിട്ടാ എന്തെല്ലാം സെറ്റപ്പാണ്. ഇനി തീറ്റ മാത്രം. കുറച്ച് സ്വീറ്റ്സ് കുറച്ചൊക്കെ ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട്. വാങ്ങിട്ടാ എല്ലാവരും വാങ്ങി. ബിക്കനർ വാലയിൽ നിന്ന് ഈ സാധനം ആരെയും കഴിച്ചിരിക്കണം. കട്ടാ മീട്ട നല്ല രസമാണ്. ഹൽദിറാമിൻ്റെ ഉണ്ട്. സോണ പപ്പടി. സോൺ പപ്പടി കാക്ക അവിടെ തല്ലുണ്ടാക്കിയാണ്. 10 കോയിൻസ് എന്തെങ്കിലും തല്ലുണ്ടാക്കി. അജു തങ്ങളീസ് മോൺസ്റ്റർ എന്ന് പറഞ്ഞതാണ്. ഐ സൂര്യനൊക്കെ പൊന്തിട്ടാ. വെരി വെരി ഗുഡ് മോർണിംഗ്. സമയം 7 മണി. സ്ട്രെയിറ്റ് ഡ്രൈവാണ്, എവിടെയും നിർത്തിയിട്ടില്ല. ആകെ മൂത്രയ്ക്കുള്ള സ്റ്റോപ്പ് മാത്രം. 7 മണി. ഇനി 800 കിലോമീറ്റർ ബാക്കിയുണ്ട് അല്ലേ? 1700 ടോട്ടല്. 750 കിലോമീറ്റർ ഹൈദരാബാദ് 1600 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ടോട്ടൽ 1600 ഉണ്ടായിരുന്നു. സൂര്യൻ കണ്ട 750. കളർഫുൾ ആണ്, വെരി ബ്യൂട്ടിഫുൾ ആണ്. എല്ലാരും ഉറങ്ങിക്കണേ. ഞങ്ങളൊക്കെ സജീവമായിട്ടുണ്ട്. കാക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നു. അപ്പൊ ഒന്ന് രാവിലെ ഉറങ്ങാൻ പെട്ടുകയാണ്. രാവിലെ തന്നെ തങ്ങൾക്ക് വലിയ വിശപ്പാട്ടാ. അപ്പൊ ഞങ്ങൾ പ്രോട്ടീൻ കലക്കുകയാണ്. പാലില്ലാത്തതുകൊണ്ട് പച്ചവെള്ളത്തിലാണ് ഇത്തവണ കലക്കുന്നത്. വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ പിടിച്ചാൽ കിട്ടും. ഇവിടെ ഒന്നും ഇല്ല കേട്ടാ. വിജനമായ ഭൂമിയാണ്. 2 സൈഡിലും കുറെ നെൽപ്പാടം വയലും ഇല്ലാതെ ഒരു തേങ്ങയില്ല. ഇടയ്ക്ക് കുറച്ച് പമ്പുണ്ട്. വിശപ്പാണെങ്കിൽ നല്ല വിശപ്പ്. അങ്ങനെ മധ്യപ്രദേശിന്റെ മധ്യഭാഗത്ത് നിന്നും ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ്, അത് ആലു പൊറാത്ത, അവിടെ ചക്കരിയൊക്കെ പ്യാസ് പൊറാത്ത. ഏതാണ് ഞങ്ങൾക്ക് രണ്ടാക്കും ഇപ്പൊ വരും കേട്ടാ. കിട്ടി എന്ത് സാധനം. ആദ്യം ഞങ്ങൾ ബ്രെഡ് ഓംലേറ്റ് അല്ല, ബ്രെഡ് ഓംലേറ്റ് ഓർഡർ ചെയ്തു. അപ്പോൾ അയാൾ ഇങ്ങനെ കുണുങ്ങി വന്നിട്ട് പറഞ്ഞു, സോറി സാർ മുട്ടയില്ല. കഴിഞ്ഞ് സാൻഡ്വിച്ച് പറഞ്ഞു. പിന്നെയും കുണുങ്ങി വന്നു, സാർ ബ്രെഡ് ഇല്ല. ഇവിടെ ഇപ്പം എന്താ ഉള്ളത് എടുക്കാൻ പറഞ്ഞു. ലാസ്റ്റ് മാർക്കറ്റ് ഇവിടെ അടുത്ത് എന്തൊക്കെയോ സാർ, ഭയങ്കര സ്പേഷ്യസ് സാധനം കേട്ടോ. പ്രമാണ സീറ്റൊക്കെ ഉണ്ട്. സമയം ഏകദേശം ഉച്ച 12 മണിയായിട്ടാ. ഇനിയൊരു 400 ചില്ലും കിലോമീറ്റർ ഉണ്ട് ഹൈദരാബാദിക്ക്. പോണ വഴിക്ക് ഹൽദിറാംസ് കണ്ട്. ഹൽദിറാംസിൻ്റെ ഔട്ട്ലെറ്റ്
എമ്മാരി ജനം എന്നറിയാം, തിരക്കിൻ്റെ പൂർണ്ണതയ്ക്കുണ്ട്. എൻ്റെ മോനെ എന്തോരം ആൾക്കാരാണറിയോ, നോക്കിങ്ങൾ കംപ്ലീറ്റ് റഷ്. എങ്ങനെ ഇവിടുത്തെ സാധനം കിട്ടുക? ബംഗാളി സ്വീറ്റ് പോലത്തെ ഇത് ഇവിടെ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ഏതാ വണ്ടി ചെറുത്. അപ്പൊ ദോശയൊന്നുള്ളൂ നമുക്ക്. പിന്നെ നമ്മൾ പോയില്ലല്ലോ. അപ്പൊ ദോശ ഞങ്ങൾ അപ്പാക്കും. രസമലായി കണ്ട നമ്മളെ എല്ലാം പോയി. എൻ്റെ മോനെ രസമലായി. സോഫ്റ്റ് സൂപ്പറാ. സോഫ്റ്റ് ഉണ്ടാതെ വന്ന് തിന്ന് ഞങ്ങളെ ശശിയാക്കി കണ്ട് ആ ഞങ്ങളെ ഒന്ന് പകുതിയാക്കുന്ന അറിയണമല്ലോ. നോക്കി ഇത് പാവഭാജി അല്ലേ? ദോശ ചൂട് കഴിക്കണം. അതെ രസണ്ടാ. ദോശ രസം കേട്ടാ. അക്കാ ഷുഗർ മധുരത്തിൽ നിന്നു ഈ മധുരൊക്കെ തിന്നാണ്ട് ചായയിൽ ഷുഗർ ഇടരുതെന്ന്. ദോശ രസമുണ്ട് പറഞ്ഞാലോ. ഞാൻ മലയാളത്തിൽ ഞാൻ ചോദിച്ചിരുന്നു മലയാളത്തിൽ ഞാൻ ചോദിച്ചു ദോശാണോ ഹിന്ദിയിൽ മധ്യപ്രദേശിൽ എങ്ങനെ മലയാളത്തിൽ ചോദിക്കാൻ വേണ്ട, ഹിന്ദി ചോദിക്കണ്ടേ? ആ മഹാരാഷ്ട്ര. നമസ്കാരം ഗൈസ്, എല്ലാവരും അറിഞ്ഞോളൂ തോന്നുന്നു. നമ്മളെവിടെ എത്തി? നമ്മളിവിടെ ബാംഗ്ലൂർ ബോർഡർ അല്ലേ? അക്കിയന്റെ ഫാക്ടറിനോടൊപ്പം. നമ്മ ഊര് ബംഗളൂരു. എന്താണ് ഇതിന്റെ പേര്? ഇറാനി ചായ് എന്ന് കണ്ട് ഇറങ്ങിയതാട്ടാ. ഹൈദരാബാദ് ഇറാനി ചായ്. പക്ഷെ ആകെ ഉള്ളത് വെജിറ്റേറിയൻ. മസാല ദോശ ഓർഡർ ചെയ്തേക്കണേ. ഇതിൻ്റെ അടിയിലേ ഒന്ന് മഹാരാഷ്ട്രയിൽ നിൽക്കേണ്ടി വന്നു. അത് ഭയങ്കര ക്ഷീണം വന്നിട്ട് ഉറങ്ങാനായിട്ട് റൂം എടുത്ത് അവിടെ നിന്ന് അന്ന് ഞാൻ പിന്നെ കാക്കാന്റെ ഫുൾ സപ്പോർട്ട്. അന്ന് ആ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. വേറെ കാര്യം കാരണം എന്താ വെച്ചാൽ എന്താണ് പാർട്ടി ബേസ് ആണ്. പാർട്ടി ബേസിൽ എങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാം? അതിൻ്റെ ഇടയിൽ കോൺഗ്രസ്സുകാരൊക്കെ വന്ന് വൻകിട പാർട്ടിയൊക്കെ നടത്തി അതിന് വീഡിയോ എടുത്തില്ല. എന്നു കഴിഞ്ഞാൽ പാർട്ടി ബേസിൽ അങ്ങനെ പോയി വെച്ചിട്ട്. അപ്പോൾ അവിടെ ഒരു ദിവസം പോയി. ബാംഗ്ലൂർ ബോർഡർ എത്തി. 1.5 ദിവസം പോയി. ഫുഡ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. ബിരിയാണി മട്ടൻ ബിരിയാണി, വീട്ടിൽ നിന്ന് കിട്ടുന്ന ബിരിയാണി, അത് കാക്കാന്റെ മട്ടൻ കറി. മട്ടൻ കറി, ചപ്പാത്തി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടാ. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ സാധനം അന്ന് ആ ക്ഷീണം കാരണം എടുക്കാൻ മറന്നുപോയി. ഉങ്ങൾക്ക് പ്ലെയിനാ? വിമാനം അന്ത പ്ലെയിനാ? മസാല എങ്ക സക്കരിയ ബായി കൊഞ്ചം കാമിക്കേ കാണികൾക്ക് ഇത്ര മസാല പാടില്ലേ? ഇത് തൂക്കി അളന്ന് ഇട്ടതാണ് തോന്നുന്നുണ്ട് മെഷർമെന്റ്. നിങ്ങളെ തോന്നാൻ അതിൻ്റെ ഉള്ളിൽ എന്താണ്? അതല്ല ഞാൻ പറഞ്ഞ മസാല എടുത്തേക്കാൻ രണ്ട് മസാല കമ്പനിക്ക് നഷ്ടം പറ്റി. എന്തിന്? ദോശക്കോ? ഇറാനി ആയതുകൊണ്ടോ? അങ്ങനെ കാത്തിരുന്ന് മൈസൂർ റോഡിലുള്ള എംപയറിലെത്തിയിരിക്കുകയാണ്. എംപയർ ഒരു വികാരമാണ്. എംപയറത്തെ ഗ്രിൽ ചിക്കനും നെയ്ച്ചോറും പരിപ്പ് കറിയും മട്ടൻ ബ്രെയിനും. ഇത് ബാംഗ്ലൂർ വന്ന മസ്റ്റ് ട്രൈ. പോവാ വിളിക്ക്, മലയാളിമാരൊക്കെ വിളിച്ചോളി. ആണ് എംപയർ. ഭയങ്കര സ്പേഷ്യസ് ആട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഔട്ട്ലെറ്റിൽ. ഇത് മൈസൂരിൻ്റെ അടിയിലാണ്. മധൂര് മൈസൂർ എത്ര മുന്നേ മോനെ. ഭയങ്കര സ്പേഷ്യസ് ആട്ടോ. ഇതിലും പാർക്കിങ്ങും. സാലഡൊന്നും കേട്ടാ. ഇത് പെപ്പറൊന്നുമില്ല വെതറാന്? പെപ്പർ ഇടി. പെപ്പറൊന്നും അപ്പം രസമുള്ളൂ. പെപ്പർ കാണില്ല. പെപ്പറാണോ? ശവായി ഗ്രിൽ ചിക്കൻ നമ്മുടെ നാട്ടിൽ ഷവായി അറിയും. എന്നിട്ട് കൂടി 2 ഫുള്ളുണ്ട്. തങ്ങൾക്കാൻ ഉണ്ടാവും അറിയില്ല. എന്നാലും നമ്മളൊരു സമാധാനത്തിൽ ഈ തുടരുന്നില്ല ചങ്ങായി. ആണ് മട്ടൺ ബ്രെയിൻ കേട്ടോ. എൻ്റെ മോനെ. ഗീ റൈസ് ദാലിലേക്കാന
ദാല് ഒരു കിടിലൻ കോമ്പിനേഷനാണ്. മട്ടൻ ബ്രെയിൻ എൻ്റെ മോനെ പൊളിക്കും. നീണ്ട 10-15 ദിവസത്തിന് ശേഷം എല്ലാവരും മുഖത്തൊരു സന്തോഷം തോന്നി. നിങ്ങൾ നമ്മുടെ ഭക്ഷണം കിട്ടിയാൽ തന്നെ ആൾക്കാർക്ക് ആ റായത്തുണ്ടാവുള്ളൂ. ആ നെയ്ച്ചോറും ആ കോഴിയൊക്കെ അടി ചെന്നപ്പോൾ തന്നെ മോറൊക്കെ അങ്ങോട്ട് ചേർത്ത്. തങ്ങൾ ഇനി ഓർഡർ ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ നിർത്തിയതുകൊണ്ട്. ഇവിടെ ആണ് ലിച്ചി റിച്ച്. ഓ നമ്മളെ പുൾമിയപ്പ് മാതിരി അല്ല തോണ്ടിയെടുത്താണ്. എന്താ പാട്? പൊളിച്ചാ കറക്റ്റ് ലിച്ചിയാ? എങ്ങനെയുണ്ട്? മറ്റേ സെയിമാ ടേസ്റ്റ്? അതേ ടേസ്റ്റാ? അതാണ് ടേസ്റ്റ്. അതാണ് കിടക്കണ കിടപ്പ് കണ്ട. അങ്ങനെ രാത്രി 8 മണി ഞങ്ങൾ റൈദാൻ കുഴിമന്തി കഴിക്കാൻ വന്നതാണ്. ഇന്നത്തെ ലാസ്റ്റ് സപ്പറാട്ടോ. ഇതോടുകൂടി ആളിൻ്റെ ട്രിപ്പ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പീസ കണ്ടോളി, ചിക്കൻ്റെ ഇവിടെ പീസ്. മന്തിയോടുകൂടി ഞങ്ങൾ ഇവിടെ കലാശക്കൊട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആളിൻ്റെ ട്രിപ്പ് ഇവിടെ തീർന്നുട്ടാ. പെരി പോയി നീണ്ടു നിവർന്ന് കിടന്നുറങ്ങണം. എല്ലാവർക്കും കക്കൻ്റെ ഇവിടെ ചോറ് വന്നുകൊണ്ട് ഇത് മൈൻഡ് ചെയ്യാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ താങ്ക് യു, ശുക്രൻ, ബൈ ബൈ, ടാറ്റ.